തിരുവനന്തപുരം വിളപ്പിൽ ശാലയിലെ 30ഓളം കുടുംബങ്ങളെ കടക്കിണിയിലാക്കി മുങ്ങിയ ഒരു കുടുംബത്തിന്റെ തട്ടിപ്പാണ് ഇനി പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നാട്ടുകാരുടെ സ്നേഹം മുതലെടുത്ത് അവരുടെ പേരിൽ വായ്പയെടുത്തായിരുന്നു തട്ടിപ്പ്. അടവ് മുടങ്ങി ഫിനാൻസുകാർ വീട്ടിലെത്തി തുടങ്ങിയതോടെയാണ് ചതിയുടെ വിവരം നാട്ടുകാർ പരസ്പരം പറഞ്ഞത്. സംഭവത്തിൽ നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അടയ്ക്കാതെ വന്നപ്പോൾ ബാങ്കിൽ നിന്ന് വിളി തുടങ്ങി. വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് അവർ മുങ്ങി എന്നുള്ള. എൻ്റെ ഭാര്യയായിട്ട് അവർ ഭർത്താവ് കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞിട്ട് 75,000 രൂപ വാങ്ങിച്ചിട്ട് പോയി. ഞാനും എൻ്റെ കൊച്ചിൻ്റെ സ്വർണ്ണമൊക്കെ ഊരി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ 8 ലോൺ ഉണ്ട് മൊത്തത്തിൽ അവർക്ക് എടുത്തു കൊടുത്തത്. ഇതാണ് സജില, ഇത് ഭർത്താവ് ഷംനാഥ്. ഇരുവരും ചേർന്നാണ് ഒരു നാടിനെ തന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞത്. 20 വർഷത്തിലധികമായി പേയാട് വിളപ്പിൽ ശാലയിലാണ് താമസം. അയൽക്കാരുമായി നല്ല സ്നേഹബന്ധം. ആദ്യം ചില കടങ്ങൾ വാങ്ങി തുടങ്ങി. കൃത്യമായി പണം തിരിച്ചു നൽകി വിശ്വാസ്യത നേടി. പിന്നീട് അത് ലോൺ എടുപ്പിക്കലിലേക്ക് മാറി. വീട് പണിക്കെന്നും ചികിത്സയ്ക്കെന്നും ഒക്കെ പറഞ്ഞ് പലരെ കൊണ്ടും ലോൺ എടുപ്പിച്ച് പണം വാങ്ങി. ആദ്യം 10,000, അതടച്ചു തീർത്ത് 50,000-ലേക്കും 1,00,000-ലേക്കും ലോൺ എടുപ്പുയർന്നു. വീടിന് ബാക്കി പൈസ കൊടുക്കാണ്ട് തികഞ്ഞില്ല, അവർ ചോദിച്ചുകൊണ്ടിരിക്കണം ഞങ്ങളുടെ. അങ്ങനെയാണ് ഒരു 4 ലോൺ അടുപ്പിച്ചെടുത്ത് കൊടുത്തു. ആദ്യമൊക്കെ അവർ നല്ലയിടത്ത് അടച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് എടുത്ത് കൊടുത്ത ലോണുകളാണ് ഒന്നും കുറേയൊക്കെ അടച്ചിട്ടുണ്ട്. ഒരു 4-5 ഒക്കെ അടച്ചിട്ടുണ്ട്. അതിനുശേഷം അടച്ചിട്ടില്ല. മുത്തൂറ്റ്, ഈസാഫ്, ബോബി ചെമ്മണ്ണൂർ, ആശീർവാദ് തുടങ്ങി ലോൺ എടുപ്പിച്ചത് പലയിടത്തു നിന്നും. അതിനിടെ ചിലരെ കൊണ്ട് കുടുംബശ്രീ മുഖാന്തരം ലോൺ എടുപ്പിച്ചും പണം തട്ടി. ഇവരെല്ലാം നമ്മൾ ലോൺ എടുത്തപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ പരസ്പരം അവർക്കാണ് കൊടുക്കണതെന്ന് ആരും പറയൂല. ഇപ്പൊ കാണാതായപ്പോഴാണ് അറിയണത്. ഇനിയും ഉണ്ട് ആൾക്കാർ, കുറെ പേര് നാണക്കേട് ഇതുകൊണ്ട് പുറത്തിറങ്ങണില്ല. പോയത് പോയി അങ്ങനെയൊക്കെ. അടവ് മുടങ്ങിയതോടെ ഫിനാൻസുകാർ വീട്ടിലെത്തി തുടങ്ങി. അപ്പോഴാണ് പണവുമായി യുവതിയും കുടുംബവും മുങ്ങിയെന്ന് നാട്ടുകാർ അറിയുന്നത്. ഫോണും സ്വിച്ച് ഓഫ്. നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു രേഖാ തെളിവ് പോലും ബാക്കി വെക്കാതെ മുങ്ങിയ കുടുംബത്തിനെതിരെ എന്ത് നടപടിയെടുക്കാൻ കഴിയുമെന്നറിയാതെ പോലീസും വഴിമുട്ടി. തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ ഒരു നാടിനെ വിശ്വസിപ്പിച്ച് വഞ്ചിച്ചാണ് ആ കുടുംബം ഇവിടെ നിന്നും കടന്നു കളഞ്ഞത്. അവർ എവിടെയെന്ന് കണ്ടെത്തി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം.എൽ.നൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ തട്ടിപ്പ് പുറം ലോകത്തേക്ക് കൊണ്ടുവന്ന ഞങ്ങളുടെ റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. സുനിഷ അയ്യല്ലൂർ, വെരി ഗുഡ് മോർണിംഗ്. ഒരുപക്ഷേ ഈ പാവങ്ങൾ പരസ്പരം സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ എല്ലാവരും തട്ടിപ്പിനിരയായത് ആ നാട്ടിലുള്ളവർ അറിയുമായിരുന്നില്ല. 1-2 പേരിൽ നിന്ന് 75,000 പോയി എന്ന് കരുതി മിണ്ടാതിരിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ കൂടുതലുമാണ്. പക്ഷേ ഇത്രയും പേരെ എങ്ങനെയാണ് അതിവിദഗ്ധമായി ഈ കുടുംബത്തിന് പറ്റിക്കാൻ കഴിഞ്ഞത്? ഇത് തന്നെയാണ് ശ്രുതിയ. എപ്പോഴും നമ്മൾ തട്ടിപ്പിന്റെ വിവിധ രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ കാണാറുണ്ട്. അത്തരത്തിൽ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട്, സ്നേഹത്തെ മുതലെടുത്തുകൊണ്ടുള്ള ഒരു തട്ടിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരം വിളപ്പിൽ ശാലയാണ് സംഭവം. ഈ പറയുന്ന സജിലയും ഷംനാഥും കുടുംബവും ഏകദേശം ഒരു 20 വർഷത്തിലേറെയായി ഈ വിളപ്പിൽ ശാല തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരുമായി നല്ല സ്നേഹബന്ധത്തിലാണ്. പരസ്പരം കൂടുതൽ വിശ്വാസ്യത നേടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസമായും. അങ്ങനെയാണ് ആദ്യം കടം വാങ്ങുന്നത്. ഈ കടമൊക്കെ തന്നെയും കൃത്യമായി ഈ സജില അടക്കാറുണ്ടായിരുന്നു എന്നതാണ് ഈ നാട്ടുകാർ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പണം കൊടുത്താലും തിരിച്ചു തരുമെന്നൊരു വിശ്വാസം നാട്ടുകാർക്കിടയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ നാട്ടുകാർ പലരെയും ഈ സ്നേഹത്തിന്റെ പേരിൽ പലരോടും ലോൺ എടുത്തു തരാനായി ആവശ്യപ്പെടുന്നത്. ഭർത്താവിന് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, വീടിന്റെ പണിക്ക് ആവശ്യമാണ് എന്നതടക്കം പറഞ്ഞുകൊണ്ട് ഈ പല വീട്ടുകാരെടുത്തും പോയി ഈ ലോൺ എടുത്തു തരണം, ഈ മുത്തൂറ്റ് ഫിനാൻസ്, ഒപ്പം ബോബി ചെമ്മണ്ണൂർ പോലുള്ള അത്തരം ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ തരണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആദ്യമൊക്കെ ചെറിയ രീതിയിലായിരുന്നു. 50,000, 40,000 ഒക്കെ 30,000 ഒക്കെ ആയിരുന്നു ലോണായി എടുത്തിരുന്നത്. കൃത്യമായി ഇവർ അടവ് തീർക്കുമായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ ഒരു 3-4 തവണയൊക്കെ ഇതേ രീതിയിൽ ലോൺ എടുത്തു കൊടുക്കുന്നു. പക്ഷേ അവസാനം കൊടുത്ത ലോൺ ഒരുപക്ഷെ ഈ ആദ്യം 50,000-ത്തിലാണെങ്കിൽ പിന്നീട് അത് 1,50,000-ലേക്കും 2,00,000-ലേക്കും ഒക്കെ ലോൺ എടുക്കുന്ന രീതിയിലേക്ക് ഈ കുടുംബത്തെ മാറ്റുന്നു എന്നതാണ്. നാട്ടുകാർ അത്തരത്തിൽ 1,50,000-ലേക്ക് പോലും ഈ വിശ്വാസത്തിന്റെ ഭാഗമായി ലോൺ എടുത്തു കൊടുക്കുന്നു. അങ്ങനെ ലോൺ എടുത്തു കൊടുത്ത പിന്നീട് ഈ അടവ് മുടങ്ങി ഫിനാൻസുകാർ ഈ വീട്ടിലെത്തി തുടങ്ങിയതോടെയാണ് ഓരോ കുടുംബവും ഇങ്ങനെ അടവ് മുടങ്ങി എന്ന വിവരം അറിയുന്നത്. പിന്നാലെ തന്നെ ഈ സജിലയുടെ വീട്ടിലേക്ക് എത്തുന്നു. അപ്പോഴേക്കും സജിലയും കുടുംബവും ഈ വീട്ടിൽ നിന്നും മുങ്ങിയിരുന്നു. ഈ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെ ഓരോരുത്തരായി ഈ വീട്ടിലേക്ക് എത്തി തുടങ്ങിയപ്പോഴാണ് നാട്ടുകാർ തന്നെ പരസ്പരം ഇത്തരത്തിൽ ഈ സജിലയ്ക്കായി പലരും ലോൺ എടുത്തു കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിലൊരു 10-13ഓളം കുടുംബമാണ് പരാതിയുമായി മുന്നോട്ട് വന്നത്.
വന്നിട്ടുള്ളത്. അവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ നിരവധി കുടുംബങ്ങൾ ഇനിയുമുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ പറയാൻ പേടിച്ചും പലപ്പോഴും വീട്ടിലുള്ള മറ്റാരും അറിയാതെയാണ് ലോൺ എടുത്തു കൊടുക്കുന്നത്. ചിലർ ഈ കുടുംബശ്രീ മുഖാന്തരം ഈ വീട് പണിക്കെന്നൊക്കെ പറഞ്ഞ് 1.5 ലക്ഷത്തിലധികം ലോൺ എടുത്തിട്ടുണ്ട്. പക്ഷേ 4 ലക്ഷത്തിലധികം ലോൺ എടുത്ത് കൊടുത്തവരുമുണ്ട്. പക്ഷെ ഇവർക്കൊന്നും തന്നെ അടക്കാൻ കഴിയുന്നില്ല. ഈ അടവ് 10 മാസത്തോളം ഈ സജില അടച്ചിരുന്നു. പിന്നെ ഇപ്പോൾ ഈ അടവൊക്കെ മുടങ്ങിയ ഒരു സ്ഥിതിയാണ് എന്നതാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് എന്നൊരു ചോദ്യമാണ് നാട്ടുകാർക്ക് മുന്നിലുള്ളത്. കൃത്യമായി പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ ഇവർക്കെതിരെ ഒരു തെളിവുകളൊന്നുമില്ല. കാരണം ഇവർ തന്നെയാണ് ഈ ഫിനാൻസിൽ പോയി ഒപ്പിട്ട് ലോൺ എടുക്കുന്നത്. ഇവർ തന്നെയാണ് ഇവർക്ക് പണം കൊടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായി ഈ സജിലയ്ക്കോ ഈ കുടുംബത്തിനോ തട്ടിപ്പ് നടത്തിയ കുടുംബത്തിന്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള ലോണോ അല്ലെങ്കിൽ ഈ തട്ടിപ്പ് നടത്തിയതിന് ആധാരമായ ഒരു തെളിവോ അവശേഷിക്കുന്നില്ല എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നാട്ടുകാർ വിളപ്പിൽശാല പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ പരാതി നൽകുമ്പോൾ പോലും ഒരു തെളിവുകളോ ഇവർ തന്നെ ലോൺ എടുത്ത് നൽകിയതാണ് അതിലേത് രീതിയിൽ അന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്നൊരു സംശയത്തിൽ തന്നെയാണ് പോലീസും ഉള്ളത്. ഏതായാലും ഇവരെ കണ്ടെത്തുക എന്നൊരു ആവശ്യം തന്നെയാണ് നിലവിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 30ഓളം കുടുംബത്തിൽ നിന്നായി 75 ലക്ഷത്തിലധികം രൂപ ഇപ്പോൾ ഈ കുടുംബം തട്ടിയിട്ടുണ്ടാകുമെന്നതാണ് ഈ നാട്ടുകാർ പറയുന്ന കണക്കുകളും. സുനിഷ, സജിലയും ഭർത്താവ് ഷംനാദും കടന്നു കളയാൻ സാധ്യതയുള്ള ഇടങ്ങൾ, അതോടൊപ്പം തന്നെ ഈ 30 പേർ മാത്രമാണോ അതോ സമീപത്തുള്ള ആളുകളിലേക്കോ അല്ലെങ്കിൽ ബന്ധുക്കളിലേക്കോ ഒക്കെ ഈ തട്ടിപ്പ് നീണ്ടിട്ടുണ്ടോ? അതിലേക്കും ഈ അന്വേഷണം പോകണം സുനിഷ. ഇത്രയും പേരെ പറ്റിക്കാമെങ്കിൽ അവർ പറ്റിച്ച ഇത്രയും പേരെ മാത്രമായിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഈ അന്വേഷണം തുടരാം. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സ്നേഹം പറ്റി നമ്മുടെ ഒപ്പം നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസം പിടിച്ചു പറ്റിക്കൊണ്ട് എല്ലാം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ചുറ്റുമുണ്ട് എന്ന് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൃത്യമായി നമുക്ക് ഒരു തെറ്റ് പറ്റാത്തവരായി ആരുമില്ല. സിനിമയിൽ പറയുന്നത് പോലെ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കൃത്യമായി നിയമ സംവിധാനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മടിക്കാതെ തന്നെ നിങ്ങൾ ചെയ്യണം. അല്ലാതെ കബളിപ്പിച്ച് പോയല്ലോ എന്ന് കരുതി ഇരിക്കരുത്. നിങ്ങളെ